വിദേശ രാജ്യത്തൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ എന്നുള്ള ഇപ്പോ മറ്റ് മാധ്യമങ്ങളെക്കാളും വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ അതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ദോഷങ്ങളും ജനങ്ങളെ എങ്ങനെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യാം. കുഞ്ഞേത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി പങ്കെടുക്കുന്നതാണ്. അദ്ദേഹം വസ്തുതകൾ പറയുന്നു എന്നതാണ് ഇതുവരെ നമ്മുടെ മുമ്പിൽ എന്റെ മുമ്പിൽ വന്നിട്ടുള്ള വസ്തുതകൾ പറയും. വസ്തുതകളെ പറയാം. ഇങ്ങനെ ഒരു സദസ്സിൽ കുഞ്ഞേതിനെ പോലുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് അംഗീകാരം കിട്ടുക എന്നത് വളരെ അപൂർവമായി. അപ്പോ ആ ഉത്തരവാദിത്വം അദ്ദേഹം അതിനുള്ള പ്രചോദനമായിരിക്കണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലും നമ്മുടെ വേണമെങ്കിൽ വ്യക്തികളെല്ലാം തകർത്തുകളിൽ ഒരു ദാക്ഷിണ്യമില്ല, ഒരു വസ്തുതയും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അല്ലാത്ത അവസ്ഥയെ സൃഷ്ടിച്ചത്. അത്തരം ഒരു സ്ഥിതിയിലേക്ക് ഈ സോഷ്യൽ മീഡിയ മാറാനാണ്. അവര് സമൂഹത്തിന്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, എത്രയോ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ കൂട്ടായ്മയുടെ ഭാഗമായി വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതെല്ലാം നമുക്കെല്ലാം വലിയ സ്വീകാര്യമായ കാര്യം. അപ്പൊ അങ്ങനെ ജനനന്മയുടെ പക്ഷത്തു നിന്ന് കുഞ്ഞേതിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഇത് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പറയും.